എലിസബത്ത് കേസ് കൊടുക്കണം, എലിസബത്ത് കേസ് കൊടുക്കണം, എലിസബത്ത് കേസ് കൊടുക്കണം, എലിസബത്ത് കേസ് കൊടുക്കണം, എലിസബത്ത് കേസ് കൊടുക്കാവൂ, എലിസബത്ത് കേസ് കൊടുക്കണം. ഈ കമന്റ് ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് നിറയ്ക്കുന്നുണ്ട്. അതെ, എലിസബത്ത് കേസ് കൊടുക്കണം. ഇത് ആർക്കും അറിയാത്തേ, അത് അവർക്കും അറിയാം. എലിസബത്ത് കേസ് കൊടുക്കണം, എലിസബത്ത് കേസ് കൊടുക്കണം, എലിസബത്ത് കേസ് കൊടുക്കണം. എനിക്കറിയാം. എനിക്ക് എന്താ ഇതൊന്നും അറിയാതാണോ ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇത്രയും നാൾ ഇതൊക്കെ പറയുന്നത്? അത് ആദ്യം തൊട്ട് പറയുന്നത്. അമൃത ആദ്യമേ കേസ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് എലിസബത്ത്, പിന്നെ അത് കഴിയുമ്പോൾ കേസ്. എലിസബത്തൊക്കെ ഇറങ്ങുന്ന പാടെ കേസ് കൊടുത്തിരുന്ന വേറെ രീതിയിലോട്ടൊക്കെ കാര്യങ്ങൾ പോയാനെ. അത് കഴിഞ്ഞ് കോകില് കേസ് കൊടുക്കണം, അത് കഴിഞ്ഞ് പിന്നെ ആരാ കേസ് കൊടുക്കുന്നത് നമുക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് കേസ് കൊടുക്കാൻ ബാക്കിയുണ്ടേ കൊടുക്കാം. എന്തായാലും അവരൊക്കെ കൊടുക്കേണ്ടി വരും. പതുക്കെ പതുക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ കൊച്ചിനത് മനസ്സിലായിട്ടില്ല, കോകില് ഒരു പാവം അല്ലേ. അത് ഈ പറഞ്ഞ പോലെ എലിസബത്തിനൊക്കെ പറഞ്ഞ് പറ്റിച്ച പോലെ വേറെ എന്തൊക്കെ പറഞ്ഞു. അതായത് ഈ പെണ്ണ് മട്ട് കേസാണെന്നൊക്കെ ആ ചെറുക്കൻ പറഞ്ഞ കേട്ടില്ലേ, ജിജേഷോ എന്തായിരുന്നു അയാളുടെ പേര്, ഞാൻ പെട്ടെന്ന് ലിജേഷ് പറഞ്ഞില്ലേ, ആശുപത്രി വരുമ്പോഴൊക്കെ പറയും ഈ എലിസബത്ത് ഒരു വട്ട് കേസാണ്, പൊട്ട കൊച്ചാണ്, അവക്ക് പൈത്യമാടാന്നൊക്കെ പറഞ്ഞ് കള്ളങ്ങനൊക്കെ പറഞ്ഞു ചാടും. പറ്റിച്ച് വെച്ചിട്ട് ഇതേ കാര്യങ്ങളൊക്കെ കോകിലയോടും പറയുമ്പോൾ മാമ ഭയങ്കര കഷ്ടപ്പെടുക എലിസബത്തിൻ്റെ കൂടെ ഉള്ളപ്പോഴേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പുള്ളിക്കാർ വിചാരിക്കുന്നത് എന്തോ, അയ്യോ പാവത്തിനെ ഒത്തിരി പീഡിപ്പിച്ചു, പാവം ദുഃഖിതനാണ്, ആദ്യത്തെ ഭാര്യയും തേച്ചു, രണ്ടാമത്തെ ഭാര്യയും തേച്ചു എന്നുള്ള രീതിയിലാണ് ഇവളിത് മനസ്സിലാക്കുന്നതെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവര് വഞ്ചിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഇതിനു മുമ്പുള്ളവർക്ക് മനസ്സിലാവാത്ത പോലെ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നില്ല അല്ലേ. പിന്നെ എല്ലാവരും പറയുന്ന പോലെ എലിസബത്ത് കേസ് കൊടുക്കുക എന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ വിവാഹ വാഗ്ദാനം കല്യാണം കഴിച്ചു, വാർഗീയ പീഡനം, അത് ഇത് ആടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് അതിനെന്ത് കാര്യം, എന്തോ അത് കൊടുക്കണമെന്നുള്ളതല്ലേ ഉള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരേ ഒരു കാര്യം, മെയിൻ സ്ട്രീം മീഡിയ ഇടപെടും, അവർ ചർച്ച ഉണ്ടാക്കും, ഇവരുടെ അതും ഇതുമൊക്കെ പറയും, എല്ലാവർക്കും തുറന്നടിക്കാനുള്ളൊരു അവസരം കിട്ടും. കുറേ പേര് ഇത് വെച്ചിട്ട് കുറേ പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബർമാർ കാശ് ഉണ്ടാക്കുമെന്ന് പറയും. എനിക്കിത് കൂടുതൽ വീഡിയോ ചെയ്യാൻ അറിയാം കേട്ടോ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ എപ്പോഴും അങ്ങനെ ചെയ്യാത്തത്, നമ്മൾ ആ കണ്ടന്റ് ക്രിയേഷൻ മോഡിലല്ല ഇത് എടുത്തോണ്ടിരിക്കുന്നത്, മനസ്സിലായില്ല. ആവശ്യമുള്ളത് പറയുന്നേ ഉള്ളൂ, അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഓരോന്നും എടുത്ത് ചുഴഞ്ഞ് അതല്ലേ ഇതല്ലേ ഇവർ പറഞ്ഞ അതല്ലേ. ഓക്കെ, അയാൾ പറയുകയാണ്, നിങ്ങൾ കേട്ടോ, അങ്ങനെ ചെയ്യാവോ, ഇങ്ങനെയല്ലല്ലോ വേണ്ടത്, ഇമാതിരി പരിപാടി അല്ല. ഒറ്റ വീഡിയോ അങ്ങനെ ഇല്ല. ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഇതിനൊരു നല്ലൊരു ആൻസർ വേണമല്ലോ. എനിക്ക് അതേ ചെയ്യാനുള്ളൂ, എപ്പോഴും അതേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ കണ്ടന്റ് ക്രിയേഷൻ പരിപാടി ഇല്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതിനെ സമയം കാണത്തുള്ളൂ. വേണം ഒരു ദിവസം മുഴുവൻ ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. ഒരു 12 മണിക്കൂർ ലൈവ് ഇട്ട് തരാം. ലൈവിലിരുന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത്തിരി കണ്ടന്റ് എന്നെ പാടിടോ ക്രിയേറ്റ് ചെയ്ത് എന്നെ പരിപാടിയാ. അങ്ങനെ ഒന്ന് ചെയ്തങ്ങ് കാണിച്ചാൽ ഈ നാറികളെ, ഇമാരുടെ വിചാരമൊക്കെ ആണ്ട് ഇതാണ്ട് നമ്മളാണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പൊട്ടന്മാർ കാണിക്കുന്ന പോലത്തെ രണ്ട് പണിയാന്ന് വിചാരിച്ചത്. അതല്ല ഇത്, അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്, മനസ്സിലായില്ലേ. അല്ലാതെ ഇത് കണ്ടന്റ് ഒന്നും ഇല്ല. ഇത് കണ്ടന്റ് ക്രിയേഷനും വ്ളോഗിങ്ങും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം മുതലേ ചെയ്യുന്ന ഇതാണ്. ഈ വ്ളോഗർ എന്നുള്ള പേര് വരുന്നതിന് മുമ്പും കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ പരിപാടി നടക്കുന്നതിന് മുമ്പും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ വിഷയങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലോ കേട്ട് കഴിഞ്ഞാലോ എന്തെങ്കിലും അറിയാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് പറയും. ചിലത് അഭിപ്രായമൊന്നും ആയിരിക്കത്തില്ല, പരിഹാസ ആക്ഷേപഹാസ്യം. അത് തന്നെ, ഇതിപ്പോ പരിഹാസഹാസ്യമായി. ആക്ഷേപഹാസ്യം, മറ്റേ പിന്നെന്തുവാ ചാക്യാർ കൂത്ത്, കൂത്തിയാർ ചാക്ക്, അങ്ങനെയുള്ള പരിപാടികളാണ് നടന്നത്. നാടൻ കലാരൂപങ്ങളും ഒക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. കഥകളി, കുച്ചിപ്പുടി, ഭരതനാട്യം, കുംഭ് മേള. അത് കേട്ടില്ല. സുരേഷ് ഗോപി കുംഭ് മേള ഇവിടെ. ഓ മൈ ഗോഡ്, കുംഭ് മേള. അപ്പൊ എവിടെ തുമ്പ് ഇല്ല. അപ്പൊ ഈ എന്താ പറയാ, അപ്പൊ എലിസബത്ത് അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും നടക്കും, ശരിയാ. പിന്നെ അവർക്ക് എന്ത് നീതി കിട്ടാനാണെന്ന് ചോദിച്ചാല് ഈ പറഞ്ഞ പോലത്തെ വല്ല കോമ്പൻസേഷനോ അല്ലെങ്കിൽ വേറെന്തൊക്കെയാ അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഈ മാരിറ്റൽ റേപ്പും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവനെ ജയിലിലിടുവോ? എന്തൊക്കെയോ ഉണ്ട്. പിന്നുള്ളത് ഇങ്ങനത്തെ പരിപാടികളാണ്. അതിന് മറ്റേ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇത്രയല്ലേ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല, എന്തൊക്കെയാ നിങ്ങൾക്ക് ഐഡിയ ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് എങ്ങനെയാണ്, ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ഇട്ട് നോക്ക്. വേറെന്ത് ചെയ്യാനാ? അത് മതിയോ ശരിക്കും? ഇവിടെ ഇവനെ പോലെ ഒരുത്തനെ നാട്ടുകാരുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യണ്ടേ?
അതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ എനിക്ക് എന്റെ തോക്കും വിഷയമൊന്നും അത് കേസ് കോടതിയിൽ പോയി അവിടെ ചെന്നിരുന്നുകൊണ്ട് ഇവനെ ഇനി മറ്റേ രാജ്യദ്രോഹ കുറ്റത്തിനൊന്നും അറസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് എന്ന് നടക്കാനാ? അതിന്റെയൊക്കെ അത് അത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ട് അവൻ കൂളായിട്ട് നടപ്പുണ്ട്. ഈ പെണ്ണിനെ എല്ലാം പീഡിപ്പിച്ചിട്ട് അവൻ ചുമ്മാ നടക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇടപെടാത്ത കാര്യങ്ങളുണ്ട്. മനസ്സിലായി? എലിസബത്ത് ഒരു പ്രാവശ്യം ഈ പാലാരോട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റുമായിട്ട് ചെല്ലുന്നെന്ന് ആ കംപ്ലൈന്റ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയല്ല അതിന്റെ ഒരു എഫക്ട്. ആ അടി കൊണ്ടിട്ടോ തല്ലുകൊണ്ടിട്ടോ ഇറങ്ങി ഓടിയ ഒരു പെണ്ണിന്റെ കംപ്ലൈന്റും ഒരു വർഷം കഴിഞ്ഞിട്ട് ആ പെണ്ണ് എന്ന് പറയുന്ന കംപ്ലൈന്റ് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവരും പറയത്തില്ല. ഇത്രയും നാൾ എവിടെ ആണെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ തോക്കിനാണെങ്കിൽ അത്രയും നേരം തന്നെ ഉള്ളൂ. ആ എത്തുമ്പോൾ തന്നെ FIR ഇട്ട് അറസ്റ്റ് ചെയ്തെടുത്താൽ തോക്ക് കൈ കിട്ടും. ഇത് ചെയ്യാത്ത പോലീസ് ആയതുകൊണ്ട് ഇപ്പോൾ പോലീസിന്റെ അനാസ്ഥയാന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇവിടെ കറങ്ങി നടക്കുന്നു. പിന്നെ അടുത്ത പണി കാണിക്കുമല്ലേ, എത്ര പേർക്ക് ഉപദ്രവം ഉണ്ടാക്കുമല്ലേ, അതിനും കുഴപ്പമില്ല. അതും നമുക്കൊരു പ്രശ്നമല്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് വഴി നമ്മളെ പോലെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തിട്ട് മാക്സിമം പറയുക, എന്തെങ്കിലുമൊക്കെ ആട്ടെ, നമുക്കെതിരെ കേസ് വന്നാലും കുഴപ്പമില്ല. കാരണം മറ്റേലും ഭേദമാണെന്ന് തോന്നിപ്പോകും ചില സമയങ്ങളിലൊക്കെ. ഞാനൊക്കെ ഇപ്പൊ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ വരാതെ കൂടെ മറ്റേ ആ കേസിനകത്ത് ഈ വീഡിയോ ഒന്നും ഇട്ടില്ല എന്നെങ്കിലോ ഇവരെല്ലാം കൂടെ വേറെ കഥ പറയത്തില്ല. TV ചാനലുകാർ എന്തൊക്കെയായിരിക്കും പറയുന്നത്? അവരെല്ലാം കൂടെ ഉണ്ടോ ഇല്ലേ, തോക്കാണോ, തോക്കിന് ലൈസൻസ് ഉണ്ടോ, റൈറ്റ്സ് ഇല്ല, ഇങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുക ഇവന്റെ അടുത്ത്. പോലീസുകാരാണല്ലോ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ സോറി എന്ന് വിളിച്ച് അങ്ങനെ. അതിനിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് തോന്നിയത് എനിക്കിത് തന്നെയാണ്. നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണ്. അറിയട്ടെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് ബാക്കി കേസ്. ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. എല്ലാവരും ഇത് ഫോളോ ചെയ്താൽ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ വാർത്തയുടെ ഒന്നും ആവശ്യമില്ല ശരിക്കും. ഇതൊക്കെ എല്ലാവരും ഉപയോഗിച്ചാൽ മതി. ഓരോ സ്ഥലത്ത് നിന്ന് എല്ലാവരും പോസ്റ്റ് ചെയ്താൽ വാർത്തയ്ക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാകത്തില്ല. അത് പക്ഷെ ഇവിടെയൊക്കെ ഉള്ളൂ ഇമാതിരി ആൾക്കാർ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ. എല്ലാം മിസ്യൂസ് ചെയ്യാനല്ലേ അറിയത്തുള്ളൂ. അത് അടച്ചുകരേ ഉള്ളൂ, കഴിയും. അപ്പൊ ഇതൊക്കെ ലൈവ് അപ്പം വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ല? ഇനിയിപ്പോ നടക്കാൻ അങ്ങനെയൊക്കെ സംഭവിക്കും തന്നെ. എല്ലാം ലൈവ് ആയിരിക്കും കാണുന്നത്. ഓൺ ദ സ്പോട്ട് ലൈവ് ഇതേ വരുന്നു. ഓരോരുത്തർ പിടിച്ചോണ്ടിരിക്കുന്നിടത്തേക്ക് ഇങ്ങനെ വെറുതെ കണ്ടോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത്. അപ്പൊ അത് ചെയ്യാതെ പിന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇല്ല, അവര് കൊടുക്കട്ടെ, കൊടുക്കാൻ അവർക്ക് പറ്റുമ്പോഴല്ലേ കേസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ പറയുമ്പോൾ എല്ലാവരും കേസ് കൊടുക്കണമെന്ന് നിർബന്ധിച്ചാൽ എങ്ങനെ ശരിയാവുന്നത്? എന്തായാലും ഇത്രയും വർഷം അവർ അടഞ്ഞിരുന്നപ്പോൾ ആരും ചോദിച്ചില്ലല്ലോ ഇവരെവിടാന്ന്, ഇവർക്ക് എന്ത് പറ്റി, ആർക്കും അറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന്. പിന്നല്ലേ അവര് വന്ന് പറയുമ്പോഴല്ലേ അറിയുന്നത്. ഇപ്പൊ അവര് കേസ് കൊടുത്തിരുന്നാൽ എന്താ പറയുന്നറിയാം വാർത്തക്കകത്തൊക്കെ? ഗാർഹിക പീഡനത്തിന് ബാലയ്ക്കെതിരെ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ പരാതി നൽകി, പോലീസ് അന്വേഷിക്കുന്നു. എന്തിന്? അപ്പൊ ഇവിടെ എന്താ നടന്നത്? ഇത് വല്ലതും ആരും അറിയൂ? അങ്ങനില്ല. ഇതെന്ന് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും അറിയട്ടെ. കേസ് കൊടുക്കണമെന്നേ. കേസ് കൊടുക്കണം, അത് ശരിയാ. കേസ് കൊടുക്കാതിരിക്കരുത്, കേസ് കൊടുക്കണം. നമ്മൾ കേസ് കൊടുക്കരുത് എന്നല്ല പറയുന്നത്, ആരോടും പറയത്തില്ല. കേസ് കൊടുക്കരുത്, കേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, അവരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് പറ്റുമ്പോഴേ കേസ് കൊടുക്കണം, ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് അവർക്ക് പറ്റണം. തോന്നിയിട്ടുണ്ട്. ആദ്യമേ ഒന്ന് തോന്നി ഇറങ്ങിയപ്പോ ഒരു വക്കീൽ ചതിച്ചു, അങ്ങനെ വന്നപ്പോ പോലീസും ചതിച്ചു, വക്കീലും ചതിച്ചു. ഇനി ആരാ ചതിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഇപ്പൊ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചതിച്ചെന്ന് പറയുന്നുണ്ട്. ചെറിയ തോതിൽ അങ്ങനെ ആയേനെ. പക്ഷെ ഭാഗ്യത്തിന് ഇന്ത്യക്ക് രക്ഷപ്പെട്ടു. എന്താ അതൊക്കെ അങ്ങനെ ജസ്റ്റ് മിസ്സാണ്. അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. ഇതുപോലത്തെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര അലേർട്ടായിട്ട് നിൽക്കണം. പിന്നെ അതുമല്ല, മുൻകൂട്ടി പറയാൻ പറ്റണം പല കാര്യങ്ങളും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അല്ലാതെ ഇടയ്ക്കൊക്കെ ഓരോരുത്തർ കയറി വന്ന് അതും ഇതും പറയും. അതൊന്നും നോക്കരുത്. ഈ നാട്ടുകാർക്ക് എന്തും പറയാമല്ലോ, അവർക്ക് അറിയണ്ടല്ലോ, അഭിപ്രായം പറയാം. അത് മാത്രമല്ല അബദ്ധങ്ങളും പറ്റാം. മനസ്സിലായില്ലേ? അബദ്ധമാണെന്ന് മനസ്സിലാവുന്നത്. അതെ, മൊത്തം പ്രോസസ്സിന് പാണി പാളുന്ന രീതിയിലത്തെ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെട്ടാന്ന് ഇടയ്ക്കൊക്കെ. അതൊക്കെ ഞാൻ പിന്നീടൊക്കെ പറയാം എന്താണെന്നൊക്കെ. പക്ഷെ എന്നാ പോലും ഇതൊക്കെ അറിയുമ്പോഴേ എല്ലാം കൂടെ വിളിച്ചു പറയാനും കൊള്ളത്തില്ല അവരെ പറ്റി. അവരുടെയൊക്കെ ഒരു 3-4 മാസം മുമ്പ് നടന്ന പല സംഭവങ്ങളും അറിഞ്ഞു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം വരും എല്ലാവർക്കും. ഇതൊക്കെ ഇത്രയും ബുദ്ധിമുട്ടാ കൊച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുവാന്നോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ നടന്ന സംഭവങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ അതിന്റെ കോളേജിൽ നടന്ന സംഭവങ്ങൾ എന്തെല്ലാം, അത് ഈ സമയം അത്രയും. ഇപ്പൊ നമ്മൾ ഈ കണ്ട വീഡിയോ ഒക്കെ കണ്ടിട്ട് എലിസബത്തെ കേസ് കൊടുക്കുന്ന പറയുന്ന സമയത്ത് ആ കമന്റ് ആ കൊച്ചു എവിടെ നിന്നാണ് വായിക്കുന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. മനസ്സിലായില്ലേ?
അത് പലപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. അതിനിപ്പോൾ ശാരീരികമായിട്ട് വരെ ഈ ബുദ്ധിമുട്ടുണ്ട് അനുഭവിച്ചു തുടങ്ങിയത്. മനസ്സിലായില്ലേ? ഈ മാനസികമായ സ്ട്രെസ് കൂടി അത് ശാരീരികമായ ബുദ്ധിമുട്ടിലേക്ക് പോലും എത്തി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ അറിയാത്ത മനസ്സിലാക്കാത്ത ആൾക്കാരൊക്കെ കൂടി അതിനെ കുറ്റം പറയുകയും ഏതോ ഒരുത്തം വന്ന് ഏതോ ഒരു വീഡിയോക്കകത്ത് പറയാ എന്താ എൽസവത്തിന്റെ കാര്യത്തിൽ ചെകുത്താൻ ഇടപെട്ടേക്കുന്ന 6 വന്ന പോലെ കിടന്ന് മെഴുകാനാണെങ്കിൽ അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുത്തൻ ഏതോ ഒരുത്തൻ പറയാ, അതായത് ഞാൻ എന്തോ നീ എന്തോ എൽസവത്തിനെ വളയ്ക്കാൻ വന്നാണോന്നുള്ള പോലെ. അതെ, എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവന്റെ തള്ളയോ പെങ്ങളോ മോളോ ഒക്കെ ആയിരിക്കും അവനെ സംശയം ഉള്ളത്. മനസ്സിലായോ? അവന്റെ തന്തയല്ലല്ലോ എന്റെ തന്ത. അതിന്റെ തന്ത വിട്ടേക്ക്. എൽസവത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഞാൻ മോശക്കാരൻ തന്നെ, പക്ഷേ അതൊക്കെ കൈകാര്യം ചെയ്യാൻ എൽസവത്തിന് അറിയാം. മനസ്സിലായില്ലേ? അത് നിനക്ക് നിന്റെ പെങ്ങൾക്കോ ഭാര്യക്കോ അമ്മയ്ക്കോ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. ഇനിയിപ്പോൾ അഥവാ എഴുത്താൻ അങ്ങോട്ട് ചെന്ന് ഇറക്കിയാലും 6 ഇറക്കിയാലും അവർക്കത് ഡീൽ ചെയ്യാൻ അറിയാം. പിന്നെ നീ ഒരു ചുക്കും ചെയ്യാനും ഇല്ല അതിനകത്ത്. അവിടെ ഇരുന്ന് ഇത്തരം വർത്താനം പറഞ്ഞവൻ എന്താണല്ലോ ഒരു ആവശ്യം വന്നാൽ കുണയ്ക്കാനൊന്നും അവനെ കൊണ്ട് കൊള്ളത്തില്ല. അതിനുള്ള പാങ്ങുള്ളവനായിരിക്കത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് അത് വിട്ടേക്ക്. ഏതോ ഒരു ഊള വന്നിരുന്നോണ്ട് പറയാം. പിന്നെ അങ്ങനെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല അതിൻ്റെയൊക്കെ എന്താവശ്യം ഇവിടെ ഇപ്പം ഇരിക്കുന്നത്. ഇതൊക്കെ പറയേണ്ട കാര്യം എന്താണ്? ഇങ്ങനെയൊക്കെയാണോ ഒരാൾ സംസാരിക്കുന്നത്? എന്തെങ്കിലും ഒരാൾ വന്ന് കൃത്യമായിട്ട് ആരുടെ ഒരു പാണിയുമായിട്ട് വരുന്നത്? പിന്നില്ല. ഇതിനിടയിൽ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞു ഭയങ്കര കണ്ടെത്തല കേട്ടോ. പക്ഷെ അവനക്കെതിരെ ഈ പുള്ളിക്കാരി കേസ് കൊടുത്ത അവന് പ്രശ്നമാണ്. അത് അപവാദം പറഞ്ഞിറക്കി എന്നുള്ളത് തന്നെയാ. എന്തിനാ അങ്ങനെ ഒരു സംസാരം? ഒരാൾ എത്രയോ പേര് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. മാത്രമല്ല അവർ പറയുന്ന അമൃതയുടെ വീഡിയോ കണ്ടു, അല്ല അവരവിടെ വീഡിയോ കണ്ടു, അതിനകത്ത് അങ്ങനെ പറഞ്ഞത്. ഇത് വീഡിയോ പറ്റി മാത്രമല്ല അവർ പറഞ്ഞത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ അവർ കുറച്ച് നാളത്തെ കാര്യമാണ് പറയുന്നത്. സപ്പോർട്ട് ചെയ്യണ്ടെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് വേണ്ട. പിന്നെ പലയിടത്തും വരുന്നതുകൊണ്ട് പല പോസ്റ്റുകൾ വരുന്നു. ഇന്നലത്തെ ആ ഒരു വീഡിയോയിലൊന്നും അങ്ങനെയല്ല. അതിനകത്ത് ഉണ്ട് ചെറുതായിട്ട്, പക്ഷെ അതിൻ്റെ പുറകോട്ട് ഒത്തിരി ഉണ്ട്. അവർ പല സമയത്തായിട്ട് ഇട്ട പോസ്റ്റുകളും അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നൊക്കെയാണ് ഇത്തരം ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നത്. അല്ല ഇന്നലെ പെട്ടെന്ന് അങ്ങനെ അത്രയും കേട്ടപ്പോൾ തന്നെ റിയാക്ട് ചെയ്യാനും വേണ്ടും ഒരു ബുദ്ധിമുട്ട് എൽസവത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ കിടന്നുകൊണ്ട് ചെകുത്താൻ പറഞ്ഞത് ഇതിനാണ് എന്ന് പറയുന്ന ചില മാന്യ വ്യക്തികളെയൊക്കെ കണ്ടു. പക്ഷെ അവനൊന്നും റിപ്ലൈ ഒന്നും ഇട്ട് അവൻ്റെ കഥ പറയാനൊന്നും ഇവിടെ സമയമില്ല, പറ്റത്തുമില്ല. അങ്ങോട്ട് പോയി നോക്കിയിട്ട് കാര്യവുമില്ല. ഇനി ഇവനെയൊക്കെ കാണിക്കാൻ പോവാ നാട്ടുകാർ. പിന്നെ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അങ്ങ് തടയുമെന്ന് പറഞ്ഞാണ് നേരിട്ട് ഇങ്ങോട്ട് വന്ന് എന്നെ അങ്ങ് തടയും. അതങ്ങ് ചെയ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ തടയാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ. അപ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെ പിന്നെ നീ ഇവിടെ കിടന്നുകൊണ്ട് കൊണോണ പറഞ്ഞാൽ എങ്ങനെയാ എന്നെ തടയാൻ പറ്റുമെന്ന് അറിയുന്നത്? അല്ല പിന്നെ എന്ത് പറയണ്ടേ ഇവനൊക്കെ? അത് കൊള്ളാം, നല്ല പരിപാടി. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്ത് ചെയ്യണ്ടേ? അല്ലേടോ? ബാല ചെയ്തപോലെ വീട്ടിലോട്ടൊരു തോക്ക് എടുത്തോണ്ട് വരട്ടെ. ഞാൻ തോക്ക് എടുത്തോണ്ട് തന്നെ വെടിവെച്ച് കൊല്ലും. മനസ്സിലായോ? അല്ല തോക്ക് എടുത്തോണ്ട് വന്നിട്ട് ചുമ്മാ ഇങ്ങനെ കിടന്ന് പട്ടി ഷോ ഒന്നും ആയിരിക്കത്തില്ല കാണിക്കുന്നത്. അങ്ങ് കൊല്ലും ഒറ്റ വെടി. ഒരു വെടി 2 കിളി. എന്റെ തോക്കില്ല കേട്ടോ. നമ്മൾ ഈ കൊല്ലുന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നീ പേടിച്ച പോലെ നീ പേടിച്ചോ. ഇവൻ ചിലപ്പോ പേടിക്കുവൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. പേടിക്കൊന്നും വേണ്ട കേട്ടോ. തമാശ പറഞ്ഞ തമാശ കേട്ടാ തമാശയാണെന്ന് മനസ്സിലാക്കണം. സീരിയസ് ആയിട്ട് പറയുന്നത് സീരിയസ് ആയിട്ട്. മനസ്സിലായോ? നമ്മളാരും ആരുടെയും വീട്ടിൽ കയറി തോക്കൊണ്ട് പോകുന്നവരോ വീട് അന്വേഷിച്ച് പോകുന്നവരോ അല്ല ഇങ്ങനെ നല്ല വെട്ടാനും കുത്താനും നടക്കുന്നവരോ അല്ല. മനസ്സിലായോ? ആ സ്കീം ഇവിടെ ഇല്ല. പിന്നെ ഇങ്ങനത്തെ തൊട്ടികളൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ വർത്താനം നടപ്പുണ്ടാകും. പിന്നെ നിനക്കൊക്കെ പറ്റിയ ആൾക്കാർ അവരൊക്കെയാണ്. ആ ടീമിലൊക്കെ പോയി നിന്നാൽ ഇങ്ങനത്തെ തെണ്ടിത്തരൊക്കെ വഴി പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നിന്റെ സംസ്കാരത്തിനോ അല്ല നിന്റെ നാടിന്റെ ആണോ വീടിന്റെ ആണ് പ്രശ്നം. അമ്മയായിരിക്കും ഇതിനകത്ത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോനെ അറിയാവോ അത് ഇതാണ് മറ്റേതാണ് അത് വളയ്ക്കാൻ വന്നതാണെന്ന് അങ്ങനെയാ പറഞ്ഞു. എന്റെ അമ്മയാണോ നിനക്ക് പറഞ്ഞു തന്നെ? അവളുണ്ടോ അവിടെ? അവളെ ഒന്ന് കാണണമല്ലോ എന്ന്. അല്ല പിന്നെ എന്താ പറയണ്ടേ ഇവനോടൊക്കെ? അതെ, കാരണം ഞാനും നിന്റെ അമ്മയൊക്കെ ക്ലാസ്മേറ്റ്സ് ആണേ. നിനക്കതറിയത്തില്ല നീ ഇപ്പൊ എത്രത്തോളം കുട്ടിയാന്നുള്ളത്. തീരെ കുട്ടിയാ. അവളെ എനിക്കറിയാവടാ. അതുകൊണ്ട് തന്നെ പറയുന്നത്. അവിടെ ഞാൻ ചോദിക്കാം എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന്. മനസ്സിലായോ നിനക്ക്?